ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻസർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വ്ളോഗേഴ്സിനും അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ഒക്കെ ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മൈക്ക് ഡിവൈസാണ്, അഥവാ വയർലെസ് മൈക്ക് സിസ്റ്റമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ ഹോളി ലാൻഡിൻ്റെ ഒരു ചെറിയൊരു ബട്ടൺ ടൈപ്പ് മൈക്ക്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മൈക്കിന് ഉണ്ടായിരുന്ന മൈന്യൂട്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മൈന്യൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ചില സമയങ്ങളിൽ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊന്ന് കട്ടായി പോകുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. മാത്രമല്ല, അപ്പം ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി നോക്കിയിട്ട് എപ്പോഴും നോക്കുന്ന ഒരു മൈക്ക് സിസ്റ്റമായിരുന്നു ഈ DJയുടെ മൈക്ക് സിസ്റ്റം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും ഇതുപോലെ തന്നെ DJയുടെ DJ മൈക്ക് മിനി എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റമാണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്, ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. മാത്രമല്ല, വീഡിയോയുടെ സെക്കൻഡ് ഭാഗമാകുമ്പോഴത്തേന് ഈ മൈക്കിൻ്റെ ഓഡിയോ ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് DJ മൈക്ക് മിനിയുടെ പാക്കേജ് എന്ന് പറയുന്നത്. വളരെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ആസ് യൂഷ്വൽ. ഇവിടെ നമുക്ക് കുറച്ച് ഇതിൻ്റെ കോൺഫിഗറേഷനും ഡീറ്റെയിൽസും ഒക്കെ ഇവർ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് വെറും 10 ഗ്രാം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു മൈക്കിൻ്റെ ഭാരം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഹൈ ക്വാളിറ്റി ഓഡിയോ വിത്ത് സ്റ്റേബിൾ ട്രാൻസ്മിഷൻ, ഈ ഒരു സംഭവമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആ ഒരു സ്റ്റെബിലിറ്റി നമുക്കില്ലെങ്കിൽ ഈ പറയുന്ന മൈക്ക് കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലാതെ പോകും. കാര്യം പല സമയത്തും നമ്മളുടെ ഈ ഒരു മൈക്ക് എടുത്തിട്ട് വർക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഇടയ്ക്ക് കട്ടായി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പാറ്റിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബട്ടൺ ടൈപ്പ് മൈക്കാണ് ഉള്ളത്. അത് തന്നെയാണ് ഇതിനകത്തും ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ നിന്നും കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണെന്ന് പറയാം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ DJ മൈക്ക് മിനി എന്ന് പറയുന്നത്. ഇത് 48 അവേഴ്സ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന കേസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഡയറക്റ്റ് കണക്ഷന് വേണ്ടി, ക്യാമറയ്ക്കൊക്കെ ഡയറക്റ്റ് കണക്ഷന് വേണ്ടിയുള്ളൊരു പ്രീമിയം സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയുള്ളൊരു കണക്ടർ കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. 2 ലെവൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് ആണെന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നേരെ ഓപ്പൺ ചെയ്ത് തന്നെ നോക്കാം. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇത് തുറന്നു കഴിഞ്ഞ് ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പൗച്ചാണ്. ഈ പൗച്ച് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ DJയുടെ ഏതൊരു ഡ്രോൺ വാങ്ങുമ്പോഴും കിട്ടുന്നത് പോലെ ഒരു അതേ ഷേപ്പിലുള്ള ഒരു പൗച്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ ഈ വിൻകട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു സ്പോഞ്ച്, അതിപ്പം നല്ല 2 ടൈപ്പിലായിട്ടാണ് വരുന്നത്. ഒരെണ്ണം ബ്ലാക്ക് ആയിട്ടും പിന്നൊന്ന് ഗ്രേ വിത്ത് ബ്ലാക്ക് ആയിട്ടും 2 പെയറായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു വിൻകട്ടിന് വേണ്ടിയുള്ള പൗച്ച് അല്ലെങ്കിൽ ആ ഒരു സ്പോഞ്ച് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് കേബിൾസാണ്. ഈ കേബിൾസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കാണുന്നത് ഇതിൻ്റെ കേസ് ചാർജ് ചെയ്യുന്നതിനുള്ള USB-C ടൈപ്പ് കേബിളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ക്യാമറയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു കേബിളും ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് നമുക്ക് 2 മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു കേസ് നമ്മളുടെ ഹോളി ലാൻഡിൻ്റെ കേസിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ട് ഇതിന്. അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം പ്രസ് ടു അൺലോക്ക് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ആ സ്റ്റിക്കർ കൂടെ ഒന്ന് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ വെറും 10 ഗ്രാം മാത്രമേ വലിപ്പമുള്ളൂ. വളരെ കോമ്പാക്റ്റ് ആയിട്ട് വളരെ ചെറിയൊരു മൈക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വളരെ ക്യൂട്ടായിട്ടുണ്ട്.
ഇതിനകത്തൊരു ലിങ്ക് ബട്ടണും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പവർ ബട്ടണും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ കാണുന്നുണ്ട്, ഇത് ഓൺ ആണോ ഓഫ് ആണോ എന്നറിയാൻ. അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് മാഗ്നറ്റ് ബട്ടൺ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഷർട്ടിൽ എവിടെയെങ്കിലും വെക്കണമെങ്കിൽ ഈ DG എന്ന് ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മാഗ്നറ്റ് ഉണ്ട്, വളരെ സ്ട്രോങ് ആണ്. അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ പ്ലഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ക്ലിപ്പും ചെയ്യാം, അതുപോലെ തന്നെ നമുക്കിത് മാഗ്നറ്റും ചെയ്യാൻ പറ്റും. വെറും 10 ഗ്രാം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ മിസ്സ് ചെയ്യുന്ന ഒരു ഭാഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻ കേസ് മൈക്ക് ലാവ്ലിയർ മൈക്ക് നമുക്ക് കേബിൾ മൈക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് സെനൈസറിൻ്റെയൊക്കെ ഒരു മൈക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്, അങ്ങനെ ഒരു മൈക്ക് കൂടെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ബോട്ടം ഭാഗത്തായിട്ട് ചാർജിങ് കേസിലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ കണക്റ്റേഴ്സൊക്കെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ 2 ട്രാൻസ്മിറ്ററും റിസീവറുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതും രണ്ടിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഓപ്ഷൻസും സംഭവങ്ങളും ഒക്കെയാണുള്ളത്. അതിപ്പോൾ നമ്മൾ ഇവിടേക്ക് തിരിച്ചു വെക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു റിസീവറാണ്. ഈ റിസീവർ തന്നെയാണ് നമുക്ക് മൊബൈലിലേക്കും അതുപോലെ തന്നെ ക്യാമറയിലേക്കും കണക്ട് ചെയ്യാനുള്ളത്. ഇത് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു കണക്ടർ കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ടൈപ്പ് C കണക്ടർ. ഇപ്പം നമുക്ക് പുതിയ ഐഫോണിന് വരെ ടൈപ്പ് C ആയതുകൊണ്ട് ഈ ഒരൊറ്റ കണക്ടർ ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത് കണക്ട് ചെയ്യാനായിട്ട് തൻ്റെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ക്ലിപ്പുണ്ട്, അത് റിമൂവ് ചെയ്തിട്ട് തൻ്റെ ഇതിങ്ങനെ കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്യുമ്പോഴത്തേന് ഈ ഭാഗം നമുക്ക് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. അതിപ്പോൾ കണക്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു മൊബൈൽ ഇങ്ങനെ എടുക്കുകയാണ്. ഇതിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മൊബൈൽ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റിസീവറിൽ തന്നെ ഓഡിയോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അഥവാ ഓഡിയോ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് 0-ലാണുള്ളത്, അത് -6 വേണമെങ്കിലോ -12 വരെ +12 വരെയൊക്കെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലും അതേപോലെ തന്നെ ഒരു ക്ലിപ്പുണ്ട്, നമുക്ക് ഒരു പവർ ബട്ടനും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ടൈപ്പ് C വഴി നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമുക്ക് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള കേബിൾ കുത്തുന്ന സ്ഥലം. ഇത്രയാണ്, വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡിവൈസ് എങ്ങനെയാണോ നമ്മൾ ഈസി ആയിട്ട് യൂസ് ചെയ്തത് അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ഇതിനെ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കട്ടാവാതിരിക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പം ഇനി ഇതിൻ്റെ വോയിസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നമുക്കത് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് DJയുടെ മിനി മൈക്കിൽ നിന്ന് തന്നെയാണ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്ക് തന്നെയാണിത്. ഇതിനു മുമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹോളി ലാൻഡിൻ്റെ ബട്ടൺ ടൈപ്പ് മൈക്കിൻ്റെ അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ്. മോറോവർ ഇതിൻ്റെ കണക്ടിവിറ്റി പ്രോബ്ലം വരില്ല എന്നുള്ളതാണ് അവർ പറയുന്ന വേറൊരു കാര്യം. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ എന്തായാലും പുറത്ത് പോയി കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴേ അത് നമുക്ക് പൂർണ്ണമായിട്ടും വ്യക്തമാകുള്ളൂ. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. അത് എങ്ങനെയാണ്, അതോ ഈ പറയുന്നത് പോലുള്ള ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു മൈക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വിലയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ UAE ദിറംസ് 600 ദിറംസാണ് ഇതിനാവുന്നത്. UAEയിൽ ഇതിന് വിലയാവുന്നത് ഏകദേശം 600 ദിറംസാണ്. ഞാനിത് വാങ്ങിയത് കരാമയിലുള്ള ഒരു ക്യാമറ എക്യുപ്മെൻറ്റ്സ് സെല് ചെയ്യുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അടുത്തുനിന്നോ അതല്ലെങ്കിൽ ആമസോണിൽ നിന്നോ ഒക്കെ വാങ്ങാൻ പറ്റും.
അപ്പോൾ 600 ദിറംസ് കൊടുത്ത് ഈ ഒരു മൈക്ക് വാങ്ങുന്നത് എന്തുകൊണ്ടും വർത്താണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വളരെ കോമ്പാക്റ്റ് ആയിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഇപ്പം ഇത് ഞാനിപ്പോൾ ബ്ലാക്ക് കളർ മാത്രമാണ് കണ്ടത്. ഇതിൻ്റെ വൈറ്റ് അവൈലബിൾ ആണോ എന്നറിയില്ല, അത് മാർക്കറ്റിലൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഹോളി ലാൻഡിൻ്റെ ആണെങ്കിൽ വൈറ്റും ബ്ലാക്കും 2 കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. അത് ചില സമയത്ത് നമുക്ക് യൂസ്ഫുള്ളുമാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ടും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എസ്പെഷ്യലി നിങ്ങളൊരു വ്ളോഗറോ കണ്ടൻറ് ക്രിയേറ്ററോ ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് അജിത് സൈനിങ് ഓഫ്. ബൈ.